എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചിയാണ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കർത്താവെ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വരാൻ പറ്റുമെന്ന് പോലും ആ സമയത്ത് ഞാൻ ചിന്തിച്ചില്ല. അങ്ങനെ വരാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ പോലെ എനിക്കുണ്ടായി. കാരണം ആ സമയത്ത് ഞാൻ മരിച്ചു പോകുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. എന്നാൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരാൻ പറ്റി. സംഗതി എന്ന് പറയുന്നത് 10 മണിയാകുമ്പം പ്രൈസമ്മനെ പിടിച്ച് ഞാൻ കിടത്തും. അവനെ ഉറക്കി കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ബാക്കി ജോലി ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവൻ ഉറങ്ങി. സമയം ഒരു 11. പിന്നെ ഞാൻ പോയി കുളിച്ചു. പോൾമോനോടും 11 ഞാൻ പോൾമോനോടും പോയി കിടക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ മൊബൈൽ എടുത്തോണ്ട് വന്ന് അവൻ പാട്ട് കേട്ടുകൊണ്ട് ഇങ്ങനെ കിടന്നൊരു ഉറക്കശീലമുണ്ട്. അപ്പം ഞാൻ ചിലപ്പം ഉറങ്ങിപ്പോയി എപ്പോഴാണ് ഓഫാക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ പറഞ്ഞ പാട്ടൊന്നും കേൾക്കണ്ട, അങ്ങ് കിടന്നു പറഞ്ഞ് മൊബൈൽ അവൻ്റെ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഞാൻ എന്തോ ഇതെന്നോ രാവിലെ പിറ്റേന്ന് രാവിലെ ഉണ്ടാക്കാനല്ല, അപ്പം കുറച്ച് കോൺ റീച്ചാൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഒരു 5-6 ഉണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച് അതിങ്ങനെ എതളാക്കി അതിൻ്റെ അല്ലി പോലെ ആക്കി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ എന്നുള്ള രീതിയിൽ അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിരുന്ന എളുപ്പമെന്ന് പറഞ്ഞ് ഞാൻ അത് ഇവിടെ ഇരുന്ന് കട്ടിലിരുന്ന് ഇങ്ങനെ ഓരോന്ന് അല്ലി എടുത്തുകൊണ്ടിരിക്കുക. നമ്മളെപ്പോഴും എന്തെങ്കിലും എനിക്കിപ്പോഴും അസ്വസ്ഥതയുണ്ട്. തേങ്ങ തിരുവാന്നേലോ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഇച്ചിരി എടുത്ത് വായിലോട്ടിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഞാനും ഇതിങ്ങനെ പൊളിച്ചുകൊണ്ടിരുന്ന സമയത്ത് എടുത്ത് 2 അല്ലി ഇങ്ങനെ വായിട്ട് ചവച്ച്. അപ്പോൾ അന്നേരം എനിക്കങ്ങനെ നമ്മൾ ചില സമയത്ത് ചവയ്ക്കുന്നതാണ് ഇവിടെ നമുക്കിങ്ങനെ തട്ടിയിരിക്കുന്ന പോലെ തോന്നുമല്ലോ. അപ്പോൾ ഇച്ചിരി വെള്ളം കുടിക്കുമ്പോൾ അങ്ങ് മാറും. അപ്പം ഞാനിങ്ങനെ എടുത്ത് തിന്നു, ഇച്ചിരി വെള്ളം കുടിച്ച് ഇച്ചിരി കഴിഞ്ഞുകൊണ്ട് എന്നെ അങ്ങ് വിയർക്കാൻ തുടങ്ങി. എനിക്കില്ലേ അറ്റാക്ക് വരുന്നത് പോലെ എൻ്റെ ബോധം അങ്ങില്ലാതാവോ. പെട്ടെന്ന് എൻ്റെ തലയ്ക്കൊരിതായി. ഇവിടെ എന്തോ ഇരിക്കുക, മാറുന്നില്ല. ശ്വാസം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോഴത്തേക്കിന് കൊച്ചവിടെ കിടക്കില്ല പോകുന്നു. ഞാൻ പറഞ്ഞു, പോമോനെ ഓടുപാടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കിന് പിന്നെ ഡാഡിയും വന്ന് ഇങ്ങനെ എന്തുവാന്നൊക്കെ ചോദിച്ച് നമ്മൾക്ക് എന്തുവാ പെട്ടെന്ന് നമ്മൾ പ്രാർത്ഥനയില്ലേ, ഡാഡി ഇങ്ങനെ പ്രാർത്ഥിച്ച് കൊച്ചും പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കൊച്ച് ഈ പ്രീസം മോൻ അങ്ങ് എണീറ്റ് ഉറക്കത്തിൽ നിന്ന് ബഹളം. എനിക്ക് ശ്വാസം എടുക്കാം. ഞാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. എനിക്ക് ഇവിടുത്തെ നിൽക്കാൻ വയ്യ. ഇവിടുത്തെ വെള്ളം പോലും കുടിക്കാൻ വയ്യ. ആകെ ഞാനങ്ങ് വിയർത്ത് കുളിച്ച്. ഇവിടെ കൊച്ചുറങ്ങുന്ന സമയത്ത് AC ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എനിക്കൊരിതില്ല. എൻ്റെ പൊന്നോ, ഞാൻ ചുമച്ച് അത് പോകാനായിട്ട് നമ്മൾ ഇന്നലെ മീനുണ്ടായിരുന്നു. പക്ഷേ ഞാനത് 9 കഴിഞ്ഞ് ഞങ്ങൾ ആഹാരം കഴിച്ച് അങ്ങനെ മീൻമുള്ളിൽ അന്നേരം പോയാൽ നമുക്ക് അറിയണ്ടേ. അന്നേരം അതല്ല. പിന്നെ തുപ്പുന്നുണ്ടെങ്കിൽ മൊത്തം ചോര. ആകെ ഒരിത്. പിന്നെ റീച്ച അന്നേരം വന്നില്ലായിരുന്നു ജോലി കഴിഞ്ഞ്. പോകുമ്പോൾ പെട്ടെന്ന് എളുപ്പം മമ്മിക്ക് ഇങ്ങനെ വയ്യ, ഇന്നതുപോലെ ആ പ്രശ്നം വന്നു. അങ്ങനെ റീച്ചാൻ പെട്ടെന്ന് ട്രാഫിക്കൊന്നും ഇല്ലെങ്കിൽ റീച്ചാൻ ഒരു 15-20 മിനിറ്റ് കൊണ്ട് ഇങ്ങനെ എത്താം. വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകാനായിട്ടുള്ള ഇതായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ചുമച്ച് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞാനിങ്ങ് കാറി ഇങ്ങനെ എങ്ങനെയും എന്തുവാന്ന് വെച്ചാൽ അങ്ങ് പോട്ടെന്നുള്ള ഇതിലാണ്. അന്നേരം മൊത്തം ചോരയാണ് പോകുന്നത്. എന്തുവാന്നേലും അതെല്ലാം കഴിഞ്ഞ് റീച്ച വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു അത്ര സീരിയസ് അങ്ങ് മാറി. പിന്നെ ഞാനിവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കിടക്കാൻ വയ്യ. കിടക്കുമ്പോഴൊക്കെ എനിക്ക് ഇവിടെ വരെ എനിക്ക് ഈ ചെവി വേദന, ഇവിടെ വേദന. കിടക്കാം ഇരുന്ന് നേരം വെളുപ്പിച്ച് റീച്ച പിന്നെ ഇവിടെ വന്നിരുന്ന് ജോലി ചെയ്യുമായിരുന്നു. 4 മണിയാണ്, ഒരു 3 കഴിഞ്ഞാണ് ഒരു ഇച്ചിരി ഉറക്കം വന്ന് 1/2 മണിക്കൂർ ഒന്ന് ഉറങ്ങി. പിന്നെ 4 മണിയാണ് ഞാൻ എണീറ്റിരുന്ന്. അപ്പോൾ 4:15 വരെ ഇങ്ങനെ ഒന്ന് ഇച്ചിരി ഒന്ന് ഉറങ്ങി. പിന്നെ എന്തുവന്നേലും നമ്മൾ ഉറങ്ങിയാലും ഉറങ്ങിയില്ലെങ്കിലും ഇവനെ വിടണ്ടേ, പ്രീസനെ. റീച്ചാൻ പറഞ്ഞു, വേണ്ട നിനക്ക് ഉറക്കം വരുന്നു. എനിക്ക് ഇരുന്നുറങ്ങുന്ന കണ്ടിട്ട് റീച്ചാൻ പറഞ്ഞു. ആ റീച്ചാനും ലേറ്റായിട്ടാണ് കിടന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ അസ്വസ്ഥ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാറും ഞാൻ. അന്നേരം റീച്ച പറഞ്ഞു, നീ എണീക്കണ്ട, ഒന്നി അവന് ക്യാൻറ്റീൻ. അന്നേരം ക്യാൻറ്റീൻ്റെ അവന് വെനസ്ഡേ ഉള്ളു. ഞാൻ പിന്നെ എണീറ്റ് രാവിലെ എന്തുവന്നേലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ വന്ന് കുറച്ച് നേരം കിടന്ന്. നമ്മുടെ ചപ്പാത്തി ആൻറ്റി ഇല്ലല്ലേ, റീച്ച നീ കിടന്നു.
ഒന്നും ഉണ്ടാക്കേണ്ട ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങിക്കാം എന്ന് ഞാൻ 1 മണിക്കൂർ കിടന്നിട്ട് പിന്നെ എണീറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിന്നെ അമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചിന്തിച്ച് ആദ്യം പറഞ്ഞാണ് ഇവിടെയൊക്കെ തൊടുമ്പോൾ ഇപ്പോഴും വേദനയാണ്, പറയണ്ടെന്ന് ചിന്തിച്ച് പിന്നെയും ചിന്തിച്ച് ഈ അമ്മമാരുടെയൊക്കെ ഇപ്പം ചിലർ ചിന്തിക്കും നിങ്ങളിങ്ങനെ എന്തോരം വന്നാൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. ശരിയാ, പക്ഷേ നമ്മൾ പ്രാർത്ഥനയാണ് നമ്മളുടെ വിജയം. അമ്മയാണെങ്കിലും എന്നാൽ ഞാൻ പറയാമെന്ന് പറഞ്ഞ അമ്മയടുത്ത് പറഞ്ഞു. അമ്മയ്ക്ക് പിന്നെ സമാധാനമില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അമ്മ വീണ്ടും വിളിച്ചിട്ടുണ്ട്. അമ്മ പറഞ്ഞു മക്കളെ എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞാൽ കുറഞ്ഞു. ഉച്ച കഴിഞ്ഞാണ് പിന്നെ ചേച്ചി വിളിച്ചിട്ട് അവൾ പറഞ്ഞടി ഇച്ചിരി ഗാർഗിൾ ചെയ്യും ഉപ്പിട്ട്. അങ്ങനെ ഗാർഗിൾ ചെയ്തു. അപ്പോൾ ഇന്നലെ തന്നെ പോൾമോൻ ഉടനെ ചിലർ ആ സമയത്ത് ഇങ്ങനെ ഗൂഗിളിൽ ഇങ്ങനെ നോക്കുമല്ലോ യൂട്യൂബിലൊക്കെ. അപ്പോൾ ഈ മുള്ളു പോയാൽ ചെയ്യുന്ന ഒരു ടിപ്സ് ഉണ്ടായിരുന്നു. ഈ നാരങ്ങ ഇങ്ങനെ കുത്തി അതിൻ്റെ നീരിങ്ങനെ വായിൽ വെച്ചിട്ട് വായങ്ങ് അടയ്ക്കണം. അപ്പോൾ ആ സലൈവ ഇങ്ങനെ നിറഞ്ഞ് ഇറക്കുന്നുണ്ട് മുള്ളിങ്ങനെ അരിഞ്ഞു പോകുമെന്ന് അതിൽ പറയുന്നു. എന്തും വരട്ടെന്ന് പറഞ്ഞ് ഞാനും അതുപോലെ ഇച്ചിരി നാരങ്ങ ഇങ്ങനെ നീര് വെച്ച് നാരങ്ങ നീര് ചെന്നതുപോലെ എൻ്റെ തൊണ്ട മൊത്തം മുറിഞ്ഞിരിക്കുകയെന്ന് തോന്നുന്നു. നീറി എനിക്ക് സഹിക്കാൻ വയ്യാത്ത നീറ്റൽ, എന്തും സഹിക്കണമെന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്തു. അതിൽ ഉച്ചവരെ എനിക്ക് അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തും ഒന്നും സംസാരിക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ഒത്തിരി മുമ്പ് ബെഞ്ചിയും വിളിച്ച് അവൾ പറഞ്ഞ് എടി വൂണ്ട് ഹീലിംഗ് ക്രീം ഉണ്ടെങ്കിൽ ഒരിച്ചിരി പുറത്തൊന്ന് തേച്ച് നോക്ക്. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഉണ്ടടി എന്ന് പറഞ്ഞു. ഞാൻ എന്തോന്ന് എടുത്ത് തേക്കാൻ നോക്കുകയാണ്. എന്തോ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ഈ നോവേദന ജെല്ല ഈ വൂണ്ട് ഹീലിംഗ് ക്രീം എന്നും പറഞ്ഞ് എൻ്റെ മൈൻഡിൽ ഇരുന്നത്. അപ്പോൾ വൂണ്ട് ഹീലിംഗ് ക്രീം ഇല്ലായിരുന്നു. എന്താണെങ്കിലും ദൈവകൃപയാൽ ഇപ്പോൾ ഇത്തിരി ആശ്വാസമുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ തൊടുമ്പോൾ എനിക്ക് നല്ല വേദനയുണ്ട്. ഉച്ചയ്ക്കൊന്നും സംസാരിക്കാനേ വയ്യ. എന്നാലും ഉമ്മുനീരൊക്കെ ഇറക്കുന്നുടനെ ഇങ്ങനെ വേദനയുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെ വേദനയാണെങ്കിൽ നാളെ ENT കൊണ്ടുവന്ന് കാണിക്കാമെന്ന് വെച്ച്. ഇപ്പോൾ എനിക്ക് തോന്നുന്ന കൊണ്ടങ്ങ് പോയി. എനിക്ക് മോനെ കോണിങ്ങെടുത്ത് കിച്ചണിൽ ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് ഞാൻ 2-3 പൊളിച്ചിങ്ങനെ കവറിലാക്കി വെച്ച് ബാക്കി ഈ കോണിന് ഈ ചില നാരുണ്ട്. നാരൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് ഇങ്ങനെ ഇതളാക്കിയിട്ട് പിന്നെ കഴുകി എടുക്കാന്നുള്ള ഇതിലായിരുന്നു. ഇനി അതാന്നോ ആ കവറി അമ്മ എടുത്തേക്കൊന്നും ഒടുങ്ങട അതിങ്ങ. അപ്പം ഞാൻ ഇനി ബാക്കിയുണ്ട് അതുകൂടെ ഇന്നിനി പൊളിച്ചിട്ട് വെക്കാന്നുള്ള രീതിയിൽ ഇപ്പോൾ കിച്ചണിൽ കൊണ്ട് ഓണത്തിൻ്റെ നാട്ടിൽ ഇത്രയും ഞാൻ പൊളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഇത് വന്നത്. അതാ നമ്മളിങ്ങനെ ഇളക്കുമ്പോഴേ അത് വേണ്ട ഇത് വന്നു. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഒരു ഷാർപ്പ് സാധനമുണ്ട്. അതാണ് ഇനിയിപ്പോൾ കാണുമ്പോഴേ ഇത് പേടിയാണ് എനിക്കിപ്പോൾ. എന്താ പ്രൈസമ്മ പറ മമ്മി സൂക്ഷിച്ച് തിന്നണ്ടായിരുന്നോ മക്കളെ? അന്നേരം എല്ലാവരും എന്നാട്ടെ എനിക്കൊന്ന് ഇതായെങ്ങാണ് ഇനി കൊണ്ടാന്നോന്ന് അറിയത്തില്ല. എൻ്റെ ദൈവം വായിടല്ലേ കളെ. എനിക്ക് പേടിയായിപ്പോയി. ഞാൻ പേടിച്ചു പോയി. ഇനി കൊച്ചുങ്ങളൊക്കെ മനുഷ്യൻ്റെ അവസ്ഥയെ നമ്മൾ ദൈവം കാത്തെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതായിരുന്നു എൻ്റെ സ്റ്റോറി കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് ബോറായോ? പിന്നെ ഞാൻ പറയുന്നില്ലെന്നും ഇതെവിടെ വെച്ചമ്മ പിന്നെ എടുക്കാം പറയുന്നില്ലെന്നും പറഞ്ഞും ഇരുന്ന് പിന്നെ ഞാൻ ചിന്തിച്ച് ഞാൻ ഈ പറയുന്നത് ആർക്കെങ്കിലും ഒരു പ്രയോജനമോ ഉപകാരമോ ആയാൽ ആരും അടുത്തിങ്ങനെ വായി ഇടല്ലേ മക്കളുമാരെ. ഏതാണ്ട് ഇവിടെ എനിക്കൊന്ന് ഇതിനെയും കൊണ്ടാണെന്നൊന്നും ഒരു ഡൗട്ട്. അത് ഞാൻ ഇപ്പം വൈകിട്ടാണ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചത്. ആദ്യം ചിന്തിച്ച് അതിൻ്റെ നാരായിരിക്കും പോയെന്ന്. എനിക്കറിയാം നമുക്കില്ല കട്ടി അത് പറയുമ്പോൾ ആർക്കെങ്കിലും ചിച്ചി തോന്നുമെന്തോ കട്ടി കഫം നമ്മളിങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് തട്ടുപോലെ ഇങ്ങനെ ഇപ്പോഴും വേദന ആക്കുമ്പോൾ എനിക്ക് ഇവിടെ കട്ടി കഫം ഇങ്ങനെ പോലെ എന്തോ ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുന്നതാണ്. എന്നിട്ട് വിരലൊക്കെ ഇട്ട് നോക്കി. ആ സമയത്ത് നമ്മൾ ഒരു ചേച്ചിയും നോക്കത്തില്ല. എങ്ങനെയും അതിന് വന്ന മതിയെന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇല്ല മോനെ അത് അമ്മയുടെ ചുമയുടെയാണ്. കൊച്ചുങ്ങളും പേടിച്ചു പോയി. പിന്നെ അത് ഇതിനോട് പറഞ്ഞ് മക്കൾ കിടന്നോളാൻ പറഞ്ഞു. എന്തൊക്കെ അതങ്ങാണായിരിക്കും മോനെ പോയത്. അയ്യോ സഹിക്കാൻ വയ്യ. പൂർമോനൊക്കെ പൂർമോനാന്നിരുമ്പോൾ നിങ്ങൾ തൊണ്ട തടവൊന്നും ഇങ്ങനെ ചെയ്യുന്നു ഇതൊക്കെ വേണേലും. അയ്യോ ആ സമയത്ത് നമ്മളോട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ കാരണം ഇത് പോകാൻ വേണ്ടി എന്തെങ്കിലും എക്സർസൈസ് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ചെയ്യും. അവരെന്നിട്ട് പറഞ്ഞു ഒരു എക്സർസൈസ് കണ്ടിട്ട് മമ്മി കാലിങ്ങനെ പൊക്കി വെച്ചിട്ട് പൊട്ടോന്ന് കാലങ്ങ് ആക്കണം. അപ്പോൾ ആ ഫോഴ്സിൽ അത്
ഞാൻ വാഷ് ബേസിലൊക്കെ തുപ്പുമ്പോഴൊന്നും പോയിട്ടില്ല. ഇനി അകത്തോട്ടെങ്ങാനും പോയോയെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പോൾ ഒത്തിരി ആശ്വാസമുണ്ട്. ഞാനിന്ന് വീഡിയോ അങ്ങനെ ഇടുന്നതിലും പറഞ്ഞു പിന്നെ ഇത് പറയാമെന്നും പറഞ്ഞിരുന്നതാണ്. പിന്നെ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായി. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചോണം. അതിനുവേണ്ടി ഞാൻ ഇതങ്ങ് പറഞ്ഞതാണ്. നമ്മൾ ഈ ഉള്ള സംഭവം ഞാൻ പറയേണ്ടെന്ന് വെച്ചാൽ അതെങ്കിൽ അഥവാ ഇതുപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടായാൽ ഇനിയേലും പച്ചക്ക് ആരെങ്കിലും തിന്നുവാന്നെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ. അതിൻ്റെ അകത്ത് ഇങ്ങനെ എനിക്കൊന്നും അത് ആ മൂട്ടിൻ്റെ അകത്ത് ഒരു നമ്മളെ ഇളക്കിയുണ്ട് ആ മൂട്ടിൻ്റെ അകത്ത് അതായിരിക്കാം പോയത്. ഈ പ്രാവശ്യം ഇതുപോലെ ചോറുണ്ട് ഇവിടെ ഇങ്ങനെ പോയി ഒന്നും. കാരണം ചോറ് പോയി ഒരു ചുമ വന്നിട്ട് ആ ചുമ കണ്ടിന്യൂസ് ചുമക്കൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല അടുത്ത ശ്വാസം എടുത്ത് വരാനായിട്ട്. ഇതൊക്കെ മതി മനുഷ്യരുടെ ജീവൻ പോകാനായിട്ട്. അയ്യോ, ദൈവം തരുന്ന ആയുസ് ഒരു നിമിഷം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവനെ വിടണ്ടാന്ന്. ഒരു ദിവസം വിട്ടില്ലെങ്കിൽ ആകെ നമുക്ക് തന്നെ മെനക്കേടാ. വാട്സപ്പിൽ നമ്മൾ ചോദിച്ചാൽ ചിലർ ഉള്ള പിള്ളേരുടെ എല്ലാം ഇതുപോലെ ഇൻകംപ്ലീറ്റ് ആയിരിക്കും. ചിലപ്പോൾ ചുരുക്കം ചിലരുടെ ഫുള്ള് കാണും. അതുകൊണ്ടൊക്കെ ഞാനങ്ങ് വിടുന്നതാണ്. പിന്നെ ഇവിടെ ഇരുന്നാലും ഇങ്ങനെ ചുമ്മാ നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കും. എനിക്കൊട്ടും സംസാരിക്കാനും ഒക്കത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. റീച്ചാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ റീച്ചാൻ പറഞ്ഞു നമുക്കെന്നാൽ ഇവിടെ നമ്മുടെ സൊസൈറ്റിയിലെ ഡോക്ടർ ഞാൻ പറഞ്ഞു പുള്ളിയെ കാണിക്കേണ്ട ENT ആരെങ്കിലും കാണിക്കാമെന്ന്. അപ്പോൾ ഒരു ENT ഡോക്ടർ ഇന്നാൾ ഇവനെ കാണിച്ച് ENT ഡോക്ടർ ഉണ്ട്. അവരെ കാണിക്കാനായിട്ട് ഫോൺ ചെയ്ത് രാവിലെ ഫോൺ ചെയ്തോണ്ടേ അവരിന്നില്ല. അവർ 3-4 ദിവസത്തേക്കിനില്ല. പിന്നെ നമുക്ക് നല്ല പരിചയമുള്ള ENT വേറെ അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഗ്രൂപ്പിൽ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഈ ഡോക്ടറുടെ കാര്യം. ഞങ്ങൾ പ്രീസമ്മോൻ ഇന്നാൾ ബഡ്സ് ചെവി പോകാനായിട്ടില്ല. അത് നല്ലൊരു മലയാളി ഡോക്ടറുമായിരുന്നു. അപ്പോൾ ഇനി കുറവുണ്ട്, അല്ലെങ്കിൽ നാളെ ഒന്ന് കൊണ്ട് കാണിക്കാമെന്ന് പറഞ്ഞിരുന്നേ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ എൻ്റെ വീഡിയോയിലൂടെ ഇട്ട് ലെങ്ത് ആക്കുന്നില്ല കേട്ടോ. ഞാനൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എങ്ങനെയും എന്തോതിനും വോയിസ് ഓവർ കൊടുക്കണ്ടേ. അതുകൊണ്ട് ഇന്നൊന്നും അങ്ങനെ ചെയ്തതുമില്ല. ഞാൻ പറഞ്ഞില്ല ഇന്ന് വയ്യാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അതുകൊണ്ടൊക്കെ രാവിലത്തെ വിളിക്കുന്ന കറി കൊണ്ടൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്ത് മനുഷ്യൻ്റെ കപ്പാസിറ്റി ആവുമെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. ഒരു ഇച്ചിരി ആവുമെങ്കിൽ അതുകൊണ്ട് അവിടെ ആ വലിയ തിരിപ്പുണ്ടല്ലോ അവിടെ ഇല്ലേ. അപ്പം അതാ പറയുന്നത് നിനക്ക് വയ്യാതെ എന്തിനാ നീ രാവിലെ ചെയ്തത്, അതാ നിൻ്റെ സ്വഭാവം മറ്റുള്ളവർക്ക് മനസ്സിലാവത്തുമില്ല, നിനക്കാവുമോ ഇല്ലയോ എന്നുള്ളത്. വയ്യാങ്കിൽ ഒരിടത്ത് കിടക്കണം. പക്ഷേ എനിക്കതൊക്കത്തില്ല. പിന്നെ ഇവനും പോയി 2 പേർക്കും ടിഫിൻ ഇവന് ഇച്ചിരി ലേറ്റായിട്ട് പോയാൽ മതിയായിരുന്നു. കൊച്ചിനെ വിട്ടിട്ട് ഞാൻ അവൻ്റെ ടിഫിനും എല്ലാം തയ്യാറാക്കി വെച്ചിട്ട് വെള്ളം വരെ നിറച്ച് മേശപ്പുറത്ത് വെച്ചിട്ട് ഞാൻ വന്ന് കിടന്നു. പാവം റീച്ചാനും എത്ര 3 മണി എങ്ങാണ്ടായിട്ടാണ് റീച്ചാനും കിടന്നത്. പിന്നെ റീച്ചാൻ 6 മണിക്ക് ഇവനെ കൊണ്ടുവിടാൻ പോകണ്ടേ. പിന്നെ പാവം എണീറ്റ് പോയിട്ട് പിന്നെ വന്ന് ഞാൻ പറഞ്ഞു വന്നിട്ട് അങ്ങ് റീച്ചാനും കിടക്കെന്ന് പറഞ്ഞു. ഒന്ന് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഉറക്കം പോയാൽ പിന്നെ അതുവരെ പിന്നെ ഒരു ഉറക്കം വന്നാൽ പിന്നെ റീച്ചാൻ പിന്നെ കുഴപ്പമില്ല. ഞാനെന്ന് പറയുന്നത് അങ്ങനല്ല, ഉറങ്ങാൻ ഒത്തിരി സമയം എടുക്കും. ഇന്നലെ ഇരുന്ന് നേരം വെളുപ്പിക്കുമായിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു നമ്മുടെ അവസ്ഥ. ഓക്കെ, ഞാൻ ഈ ചെയ്യുന്നത് അതായത് കടല വേവിക്കുന്നത് തലേന്നേ അങ്ങ് ചെയ്ത് വെച്ചേ. രാത്രിയിൽ ഈ വെള്ളക്കടല രാവിലെ ഞാൻ വെള്ളത്തിൽ കുതിർത്തായിരുന്നു. എന്നിട്ട് രാത്രി ആയതുകൊണ്ട് ഒരു 7-7:30 ആയതുകൊണ്ട് ഞാനിത് വേവിച്ച് വെച്ചു. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും പിന്നെ പൊടികളും എല്ലാം ഇട്ടു. പിന്നെ രാവിലെ ഞാൻ കടുക് വറക്കാമെന്ന് വെച്ചു. മിക്കവാറും ഞാൻ കടലക്കറി ദോശയ്ക്കൊക്കെ ചെയ്യുന്നതാണേലും ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടൊന്ന് വേവിക്കട്ടെ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2 സവാളയും ഇതുപോലെ 2 കുഞ്ഞൻ ടൊമാറ്റോയും ഒരു വലിയ ടൊമാറ്റോയും എടുത്ത് ആ സവാളയൊന്നും നമുക്ക് ഒത്തിരി അങ്ങ് ചെറുതായിട്ട് ചോപ്പ് ചെയ്യേണ്ട. ഇത് ജസ്റ്റ് ഞാൻ ഇതൊന്ന് ഇച്ചിരി ഒന്ന് 2 ഒരുമിച്ച് സവാളയും ടൊമാറ്റോയും ഒരുമിച്ചൊന്ന് ഇച്ചിരി ഒന്ന് പച്ചപ്പ് പോയി ഒന്ന് വാട്ടിയെടുത്തിട്ട് ഞാനാണെങ്കിൽ ഇത് തണുത്തതിന് ശേഷം മിക്സിയിലൊന്ന് അരയ്ക്കും. അപ്പം നമ്മൾ ഈ സവാളയൊക്കെ വഴറ്റുന്ന ഞാൻ വെളുത്തുള്ളി ഇപ്പം ആദ്യം ചേർക്കാൻ മറന്നുപോയി. ഞാനത് പിന്നെ പറയുന്നുണ്ട്. അപ്പം ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്നീ കുക്കറിൽ വേവിക്കാൻ നേരം ഇടണം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർക്കണേ. അപ്പം ഞാൻ ഇതൊന്ന് അരിഞ്ഞൊന്ന് വഴട്ടാനായിട്ട് എടുക്കട്ടെ. ഇനി ഇത് തണുത്തിട്ടൊന്ന് അരച്ചെടുക്കണം.
അതേ പാനിൽ തന്നെ ഞാൻ ഇച്ചിരി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇപ്പം നിങ്ങൾക്ക് കറി മഞ്ഞ കളറായിട്ട് അധികം ചുവപ്പ് വേണ്ട, മഞ്ഞ കളറായിട്ട് വേണമെങ്കിൽ പച്ചമുളക് ചേർക്കണേ. അന്നേരം മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി. ഇപ്പം ഞാൻ പച്ചമുളകൊന്നും ചേർക്കാത്തത് കൊണ്ട് എനിക്കും ആ കളറായിരുന്നു വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. അപ്പോൾ കറിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ടതായ കളറ് കിട്ടില്ല. കാശ്മീരിയും കൂടെ ആയതുകൊണ്ട് ചുമപ്പ് ഇത്തിരി കൂടി. അപ്പോൾ ഞാൻ ആദ്യം 2 ടേബിൾ സ്പൂണേ ഇട്ടുള്ളായിരുന്നു മല്ലിപ്പൊടി. അപ്പോൾ 1/2 കിലോയോളം കടലയുണ്ട്. പിന്നെ ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ 1/4 ടേബിൾ സ്പൂണോളം 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ വീണ്ടും ചേർത്ത്. അപ്പം ഗരം മസാല ഞാൻ ഇപ്പം ചേർക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടേ ചേർക്കുന്നില്ല. ഞാൻ അപ്പോഴാണ് ചേർക്കുന്നതെന്ന് കാണിക്കാം. അപ്പം ഞാൻ ചീനച്ചട്ടിക്കകത്ത് ഈ അരച്ചത് ഇതിൻ്റെ അകത്തോട്ട് ചേർത്തിട്ട് അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് ആ വെള്ളമൊക്കെ ഇച്ചിരി ഒന്ന് വറ്റി വരട്ടെ. എന്നിട്ട് ഞാൻ ഇച്ചിരി നേരം അതൊന്ന് അടപ്പത്ത് വെച്ച് അതൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മൂപ്പിച്ചില്ലേ ആ പൊടിയും കൂടെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയെന്ന്. അപ്പോൾ ഇഞ്ചി പേസ്റ്റ് ഞാൻ ഇപ്പോഴാണ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് വെളുത്തുള്ളി ഒന്ന് വേവിക്കാൻ നേരം ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഈ പൊടിയും കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് വരട്ടെ. മസാലയുടെയൊക്കെ പച്ചമണം പോകണേ ഞാൻ ആ പാൻ കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കുക്കറിൽ വേവിച്ച് കടല ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് ഇച്ചിരി വെള്ളത്തിലാണ് ഞാൻ എടുത്തത്. കാരണം കടല ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് വേവാനുണ്ട്, ആ അരപ്പി കിടന്ന് വേവട്ടെ. അപ്പോൾ കടലയുടെ ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പറ്റില്ല. അത് ഞാൻ ഇത് വേവിച്ചിട്ട് പിന്നെ ഞാൻ തണുത്തതിന് ശേഷം അങ്ങ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുമായിരുന്നു. എന്നിട്ട് രാവിലെയാണ് ഞാൻ കടുക് വറുത്തത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലും ആ കടല കുറച്ചുകൂടെ വേവണമല്ലേ, പിന്നെ അത് വെള്ളമൊക്കെ അങ്ങ് കുറുകിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഗരം മസാല ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇതിപ്പം പിറ്റേന്ന് രാവിലെ അതിന് കടുക് വറുത്ത് ചേർക്കുവാണേ. അപ്പോൾ ഈ രാവിലെ ആയിരുന്നു എനിക്ക് വയ്യാഞ്ഞത്. എന്നിട്ട് ഞാൻ രാത്രി ഒട്ടും ഉറങ്ങിയില്ല. ഇരുത്തി നേരം വെളുപ്പിച്ച് 5 മണിക്ക് മുമ്പിട്ട് 4:45 ആയപ്പോഴേ ഞാൻ എന്തോന്നേലും ഇവിടെ ഇരിക്കുമല്ലോ എന്ന് പറഞ്ഞ് 4:45 ആയപ്പോഴേ ഞാൻ എണീറ്റ് വന്ന് ഇതെല്ലാം കടുക് വറുത്ത് ചേർത്ത് ഇതൊക്കെ അങ്ങ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഈ സമയത്ത് കടുക് വറുക്കാൻ നേരം ഒരു 5-6 വെളുത്തുള്ളി ഇതിൻ്റെ അകത്ത് ഇങ്ങനെ മൂപ്പിച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. ഞാൻ 5:20 ആയപ്പോഴത്തേക്കിന് ഞാൻ ഇതിൻ്റെ കൂടെ പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് ഞാൻ നേരത്തെ എല്ലാം എൻ്റെ റെഡിയായി. കൊച്ചിനെ വിളിക്കാനും പിന്നെ കുറച്ച് നേരം അവിടെ പോയി ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇവരെ വിട്ടിട്ട് ഞാൻ പിന്നെ കിടക്കാമെന്നുള്ള രീതിയിൽ എനിക്ക് തീരെ വയ്യായിരുന്നു. കറിയൊക്കെ കണ്ടില്ലേ നല്ല കൊഴുത്ത കറിയായി. ഞാൻ ഇതിൽ നിന്ന് ഇച്ചിരി കടല എടുത്തൊന്ന് ഉടച്ചും ചേർത്തിട്ടുണ്ടായിരുന്നേ. മിക്സിയിലൊന്നും അരച്ചില്ല, ആ ഇടിക്കല്ലും കൊണ്ടൊന്നൊരു പാത്രത്തിൽ ഇച്ചിരി എടുത്തിട്ട് ഇടിക്കല്ലും കൊണ്ട് ഇടിച്ച് ചേർത്തപ്പം നല്ലൊരു കളറൊക്കെ കിട്ടും. പിന്നെ നമ്മളിപ്പം അതൊക്കെ ഒന്ന് വഴറ്റി അരച്ചത് കൊണ്ടും നന്നായിട്ട് കുറുകിയിരിക്കും. അപ്പം അഥവാ ഇച്ചിരി മഞ്ഞ വേണമെങ്കിൽ ഒന്നി തേങ്ങ അരച്ച് ചേർക്കാം, അല്ലെങ്കിൽ ഇച്ചിരി പാല് ചേർക്കാം. ഞാൻ അതൊന്നും ചേർത്തില്ല, കാരണം ഇത്രയും തിക്കായിട്ടിരുന്നോട്ടെന്നും പറഞ്ഞ്. ഞാൻ ആദ്യം എണീറ്റ് വന്നപ്പോഴേ ആദ്യം പൂരിക്കങ്ങ് കുഴച്ച് വെച്ച്. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായക്ക് വെള്ളം വെച്ചായിരുന്നു, പാല് കാച്ചാൻ വെച്ച് കൊച്ചുങ്ങൾക്ക് കുടിക്കാൻ എടുത്ത് വെച്ചു. എന്നിട്ട് കറിക്ക് കടുകും വറുത്തതിന് അപ്പോഴത്തേക്കിന് അത്രയും നേരം അതവിടെ ഇരുന്ന് ഒന്ന് റെഡിയാവും. രാവിലെ എനിക്കൊരിച്ചിരി ചായ ഒന്ന് ചൂടോടൊന്നും കുടിക്കാൻ വയ്യായിരുന്നു. ഇച്ചിരി ചായയൊക്കെ ഒന്ന് കുടിക്കണമെന്നുണ്ട്, പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 2 പൂരി എടുത്തിട്ട് കറിയൊന്നും എടുത്തില്ല, കാരണം നീറും. വെറുതെ അത് ഇങ്ങനെ നുള്ളിപ്പിച്ച്, കാരണം മെഡിസിനൊക്കെ എടുക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഒരു വിധത്തിൽ 2 പൂരി എങ്ങനെയും തിന്ന്. പക്ഷേ ഉച്ചയൊക്കെ ആണെങ്കിൽ അതിനൊക്കെ വ്യത്യാസം ഉണ്ടായിരുന്നേ. അപ്പോൾ ചായയും തിളച്ചു, ചായ എടുത്ത് നമ്മുടെ കറിയും റെഡിയായി. പിന്നെ ഞാൻ പൂരി ഇങ്ങനെ ഓരോന്നോരോന്നുണ്ടാക്കി അവിടെ ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് ഇടാമെന്ന് വെച്ച് അതൊക്കെ ഒന്ന് ഊരി. അപ്പം പോൾമോൻ ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ പറഞ്ഞു പോൾമോനെ ഇന്ന് പൂരി ഇതുവാ ഉണ്ടാക്കുന്നത്, നിനക്ക് ടിഫിൻ തന്നു വിടട്ടെ. അപ്പോൾ അവന് പൂരി തന്നാൽ അവന് സന്തോഷമായി. അവൻ പറഞ്ഞു അവന് പ്രാക്ടിക്കലൂടെ ഉണ്ടെങ്കിൽ 9 മണിക്ക് പോയാൽ പിന്നെ ഒരു 4:30 കഴിയും വരണമെങ്കിൽ. അപ്പം 2 ബ്രേക്ക് ഉണ്ട് അവർക്ക്. അപ്പം ഞാൻ അവൻ പറഞ്ഞ് ഒന്നി മമ്മി എനിക്ക് 2 ടിഫിൻ താ, അല്ലെങ്കിൽ എന്തെങ്കിലും 10 മണിക്കത്തെ ബ്രേക്കിന് എന്തെങ്കിലും അല്ലാതെ ഞാൻ വല്ല ബിസ്ക്കറ്റോ അങ്ങനെയുള്ള എന്തെങ്കിലും കൊണ്ടുപോകും. ഞാൻ പറയും വേണ്ട, കാരണം പാത്രം ഇല്ലാത്തത് കൊണ്ടായിരുന്നു. ഈ കറി അതുപോലെ തൂകിപ്പോകാതെ വേണമല്ലോ. അപ്പം ഞാൻ പറയും എന്നാൽ പ്രൈസമ്മോൻ്റെ ആ ടിഫിൻ നിനക്ക് തന്നു വിടാം. കൊച്ചിനോട് ചോദിച്ചാൽ കൊച്ചു പറഞ്ഞ് കൊച്ചിന് പേടി കറി പോവുമോ എന്നുള്ളത്. അവൻ പറഞ്ഞ് എനിക്ക് ടൊമാറ്റോ സോസ് മതിയെന്ന്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പോൾമോന് ഈ ഒരു അടിയിലത്തെ ഡബ്ബ ഒരു വലിയതാണ്, അതിൻ്റെ അകത്ത് അവൻ്റെ കൂട്ടുകാരും കഴിക്കും.
ഒരു 8-10 പൂരി വെച്ചു. പിന്നെ 2 പാത്രത്തിലായിട്ട് ഇങ്ങനെ കറി എടുത്തു കൊടുത്ത്. അഥവാ 2 ബ്രേക്ക് ഉണ്ടെങ്കിൽ അവൻ പറഞ്ഞു, മമ്മി ആരംഭത്തിൽ ഞാൻ കഴിക്കാൻ നേരം എൻ്റെ കറി ഇതെല്ലാം തീർന്ന് ഫ്രണ്ട്സ് എല്ലാം വന്ന് കഴിച്ചു എന്ന് പറഞ്ഞു. പിന്നെ എന്തെങ്കിലും ക്യാൻറ്റീനിൽ ഇറങ്ങി വരണമെങ്കിൽ ഇപ്പോൾ ഇവന് ഞാൻ പറഞ്ഞില്ലേ 6 ഫ്ലോർ കഴിഞ്ഞിട്ട് കയറി പോകണമെന്ന്, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻറ്റീനിൽ നിന്നും കഴിക്കാം. അല്ലെങ്കിലും ഇവർ ഫ്രണ്ട്സൊക്കെ കൂടെ ആകുമ്പോൾ പിള്ളേരാകുമ്പോൾ കുഴപ്പമില്ല, നമുക്കതൊരു ടെൻഷൻ, താഴെ വരെ വന്നിട്ട് വീണ്ടും കയറി പോകണ്ടേ എന്നുള്ള ഇത്. പിന്നെ അവർ കൂട്ടുകാരെല്ലാം കൂടെ വരും. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ അതിന് ഇപ്പം എല്ലാം മൊബൈൽ പരിപാടിയല്ലേ, അവിടുന്ന് കഴിച്ചിട്ടങ്ങനെ പപ്പ അടുത്ത പപ്പ പേടിഎം ചെയ്യ്, ഗൂഗിൾ പേ ചെയ്യ്, അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് എന്തുവാന്നേലും ഒരു സ്പൂണും കൂടെ അതിൻ്റെ അകത്ത് വെക്കുന്നുണ്ട്, കൈയൊന്നും ആക്കാതെ കറി അഥവാ അല്ലെങ്കിൽ പന്നലാവത്തില്ലേ. ഇതിലേക്കൊരു 2 ടൊമാറ്റോ, പച്ചമുളക്. പച്ചമുളക്, ചുമന്ന മുളക്, വെളുത്തുള്ളി. പിന്നെ റേച്ചാന് ചായ കൊടുത്തിട്ട് റേച്ചാൻ എണീച്ച് കൊച്ചിനെ കൊണ്ടുപോയി. 6:30 ആകുമ്പോഴത്തേക്കും കയറി വരുമല്ലേ, 6:20 ആകുമ്പോഴത്തേക്കും ബസ് വരും. അപ്പോൾ ഡാഡിക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്ത്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 2 എണ്ണം ഇങ്ങനെ കഴിച്ച് ചായയൊന്നും കുടിക്കാൻ എനിക്ക് പറ്റിയില്ല രാവിലെ. എന്നിട്ട് പോൾമോനാണെങ്കിൽ അവൻ്റെ ടിഫിൻ ഞാൻ എടുത്തു വെച്ചു. അവൻ ഇച്ചിരി കഴിഞ്ഞ് എണ്ണിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവന് കാപ്പി വരെ ഉണ്ടാക്കി വെച്ചാൽ ചില ദിവസം ഈ ചെറുക്കൻ കാപ്പിയും പൊട്ടയും എന്തോ അവന് കുടിക്കാൻ അവർക്ക് വെക്കുന്നതെന്ന് വെച്ചാൽ അത് കുടിക്കാതെ പോകും. പിന്നെ കഴിക്കുന്ന കാര്യം ഇഷ്ടമുള്ളതാണെങ്കിൽ കഴിച്ചിട്ട് പോകും. പിന്നെ പൂരി ഇന്നവൻ ഇങ്ങനെ ഞാൻ എടുത്ത് കൊടുക്കണ്ട, തന്നെ എടുത്ത് കഴിച്ചിട്ട് പോകും. അപ്പോൾ അനു ഞാൻ പറഞ്ഞില്ല, എന്നിട്ട് ഞാൻ പോയി കിടന്നങ്ങ് കുറച്ച് നേരം കിടന്നു. ഞാൻ പറഞ്ഞില്ല, അന്നേരം എനിക്കങ്ങ് തീരെ ക്ഷീണമായിരുന്നു. രാവിലെ ആണേ, കാരണം ഈ വേദന കൊണ്ടായിരുന്നു എനിക്ക് ഉറങ്ങാനും പറ്റാഞ്ഞത്. ഇച്ചിരി ഇതായതുകൊണ്ട് കഴിച്ചാനും പറഞ്ഞെന്നാൽ ഇച്ചിരി നേരം കിടക്കുന്നു. അപ്പോൾ ഇന്നലത്തെ തോരനൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അനു ഇന്ന് നേരത്തെ വന്ന് കൊച്ചിനെ കൊണ്ടാണ് ഇപ്പോഴും അവൾ വരുന്നത്. അപ്പോൾ കൊച്ചിനെ കുഞ്ഞ് ഉറങ്ങിക്കിടക്കുക, വാച്ച്മാൻ്റെ അടുത്ത് ആക്കിയിട്ട് അവൾ വന്നത്. അവളായി ഫോണിൽ സംസാരിക്കുക, സ്പീക്കറിൽ ഇട്ടിട്ടാണ് ഈ സംസാരിക്കുന്നത്. അപ്പം ഞാൻ ഡാള് കറി ഇന്ന് പെട്ടെന്ന് ഒരു ഡാള് കറി വയ്ക്കാമെന്ന് വെച്ച്. ഇവർക്ക് ഡാള് കറി ഇഷ്ടമാണ്. അപ്പോൾ ഡാളൊക്കെ വെന്ത് അതിൽ ഞാൻ കറിവേപ്പിലയും പോട്ടെ മല്ലിയില എല്ലാം ഇട്ട് ലാസ്റ്റിൽ കടുക് വറുക്കാൻ നേരമാണ് ഞാൻ ഇച്ചിരി ജീരകമൊക്കെ ഇട്ട്, ജീരകവും കടുകും എല്ലാം കൂടെ. അപ്പോൾ കടുക് കൂടെ വറുത്ത് ചേർക്കുമ്പോൾ ഡാള് കറി അങ്ങാവും. ഇന്നലത്തെ ഈ കാബേജും കോവയ്ക്കയും ക്യാരറ്റും കൂടെ ഇട്ട ഇതുണ്ട്. പിന്നെ വേണമെങ്കിൽ മുട്ടയും പൊരിക്കാമെന്നുള്ളത്. അപ്പോൾ ഉച്ചയ്ക്ക് വന്നോണ്ടേ പ്രൈസമ്മോൻ ഈ കറിയും കൊണ്ടല്ലല്ലോ പോയത്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ഇച്ചിരി മാവ് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വന്നോണ്ടേ പിന്നെ അവന് ഞാൻ പൂരി ഉണ്ടാക്കി കടലക്കറിയും കൂടെ. അവൻ രാവിലെ ടൊമാറ്റോ സോസ് കൂട്ടിയല്ലേ കൊണ്ടുപോയി, അവന് അത് കൊടുത്ത്. അപ്പോഴത്തേക്കിന് വൈകുന്നേരമാണ് മറ്റവനും വന്ന്. അവന് പിന്നെ ഈ ഡാള് കറിയും റൈസും അച്ചാറുകൂടെ ഭയങ്കര ഇഷ്ടമാണ്. അവനൊരു 4:30 കഴിഞ്ഞ് വന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനെന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനിയൊരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.